നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കഴിഞ്ഞ 4 വർഷമായി നിശബ്ദ സേവനത്തിലൂടെ മക്കളും ബന്ധുക്കളും സംരക്ഷിക്കുവാനില്ലാത്ത നിരക്ഷരരായ വിവിധ രോഗങ്ങൾ പേറിക്കഴിയുന്നവർക്ക് അത്താണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആശ്രയം കെയർ ഹോം. ഇത്തരത്തിലുള്ള അശരണരായവർക്ക് 24 മണിക്കൂറും സംരക്ഷണവും ഭക്ഷണവും മരുന്നും മറ്റു സൗകര്യങ്ങളും ഒരുക്കി സേവനം തുടരുകയാണ്. മക്കളില്ലാത്ത, നോക്കി സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അഗതികളായ ആൾക്കാരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യത്തിന് ആവശ്യമായ മരുന്നുകൾ, ഡോക്ടർമാരുടെ സേവനം എന്നിവ നൽകിക്കൊണ്ട് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തിരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയം കെയർ ഹോം. ഇത് ആശ്രയ സൊസൈറ്റി തിരൂർ എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 3 വർഷമായി അവിടെ 20-ലധികം പേർ അന്തേവാസികളായി വന്നിട്ടുണ്ട്. അതിൽ 10 പേർ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ അവിടെ 8 പേർ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കാരുണ്യ പ്രവർത്തകനായ സുമനസ്സുള്ള KV ഷംസുദ്ദീൻ പച്ചാട്രി, പാരമൗണ്ട് എന്ന് പേരിൽ അറിയപ്പെടുന്ന അമാന്യദേഹം തെക്കുമുറിയിൽ 19 സെൻറ്റ് സ്ഥലം വാങ്ങിത്തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 10:30 തറക്കല്ലിടുകയാണ്. ഒരു കെട്ടിടത്തിന് വേണ്ടി 6000 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഉള്ള തറക്കല്ലിടുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി V. അബ്ദുറഹിമാൻ അവർക്കാണ് തറക്കല്ലിട് നിർവഹിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള എല്ലാ നിയോജക മണ്ഡലം MLA മാരും ഇതിൽ സന്നിഹിതരാകുന്നുണ്ട്. കൂടാതെ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ, തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള ജനപ്രതിനിധികളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. സുമനസ്സുകളായ ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷത്തോളമായി നിശബ്ദമായ സേവനത്തിലൂടെ ഒരു പരസ്യങ്ങളോ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ സൈലൻ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയം കെയർ ഹോം. സുമനസ്സുകളുടെ സഹായം കൊണ്ട് ഭക്ഷണം, മരുന്ന്, എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിമിതിയിലുള്ളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നാലും ശരി, നമ്മളുടെ ഈ സ്വന്തമായ ഒരു ബിൽഡിംഗ് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ ഏറ്റവും എല്ലാവരുടെയും സഹകരണം ഇതിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു സ്വപ്നം, ഇങ്ങനൊരു പ്രൊജക്റ്റ് ശരിക്കും സത്യത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആരുമില്ലാതെ, മക്കളില്ല, ബന്ധുക്കൾ നോക്കാനില്ല, ഇങ്ങനെ രോഗികളായ ആളുകളെ സംരക്ഷിക്കുന്നൊരു കേന്ദ്രമാണിത്. സാധാരണ പോലെ ഒരു വൃദ്ധസദനം എന്നുള്ള ഇതിൽ നിർവചനം കൊടുക്കാൻ പറ്റില്ല. ഇത് ആരോരുമില്ലാത്ത രോഗികളായവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി എല്ലാ നമ്മളെ പ്രിയപ്പെട്ട ജനങ്ങളുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുള്ളൂ. അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ റെയിൽവേ ലൈൻ പാരലായിട്ടുള്ള ഫയർ സ്റ്റേഷൻ തൊട്ടപ്പുറത്തുള്ളൊരു വാടക വീട്ടിലാണെന്ന് അറിയാം. അവിടെ മറ്റു അനാഥാലയങ്ങൾ അല്ലെങ്കിൽ ഓൾഡ് ഏജ് സെൻ്ററിനൊക്കെ കൂടുതൽ അവിടെ രോഗികളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൻ്റെ സംഖ്യ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കൂടുതലുമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ. അതിൽ പലരും മരണപ്പെട്ടു പോയാൽ പോലും അവരുടെ ബന്ധുക്കൾ വന്ന് ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടനാവസ്ഥയാണ്. പക്ഷേ അവരുടെ ആ അന്ത്യകർമ്മങ്ങൾ പോലും ഞങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ട് അവരുടേതായ മത ചടങ്ങുകളനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. വളരെ നിശബ്ദമായ വലിയ പ്രചാരണമൊന്നുമില്ലാതെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പേർക്കുള്ള അവിടെ എപ്പോഴും അതിൻ്റെ സാച്ചുറേഷൻ ലെവലിലാണ് എപ്പോഴും പോകുന്നത്. അത് 9-8 ആളുകളെ നമുക്കിപ്പോൾ അവിടെ താമസിക്കാൻ സൗകര്യമുള്ളൂ. എന്നാൽ നമുക്ക് ആവശ്യം വരുന്ന ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ ബൃഹത്തായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം അതിനുള്ളൊരു പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പരമാവധി 50 ആളുകളെ വരെ
നമുക്കവിടെ ഒരേ സമയം പാർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. വളരെ അവരെ തന്നെ നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചില രോഗങ്ങൾ കാരണത്താൽ ആളുകളെ മിങ്കിൾ ചെയ്യാതെ ഒറ്റപ്പെടുത്തി താമസിപ്പിക്കേണ്ടതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ഇൻമേറ്റ്സിന് അവരുടെ ഉല്ലാസത്തിന് ആവശ്യമായ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഈ കെട്ടിടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വാടക വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചു വരുന്ന ആശ്രയം കെയർ ഹോമിന് സ്വന്തമായി കെട്ടിടം ഒരുങ്ങുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം 2025 ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 10:30 തിരൂർ തെക്കുംമുറിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് കായൽമഠത്തിൽ, കോയ പൂത്തോട്ടിൽ, ദിലീപ് അമ്പായത്തിൽ, ഡോക്ടർ MN അബ്ദുറഹ്മാൻ, അഷറഫ് റീഗൽ, ഗാജ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ.